പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 291 അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം. വിശുദ്ധ തെക്ലയ്ക്ക് ശേഷം ഈ ആഴ്ച വിശുദ്ധ പസിഫിക്കയെക്കുറിച്ചാണ്. അതിസ്വാഭാവിക നിരവധി ദൈവിക ദാനങ്ങളാൽ ജീവിതകാലത്ത് തന്നെ സുപ്രസിദ്ധനായിരുന്നു വിശുദ്ധ പസിഫിക്കോ. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം സൂര്യനെ പോലെ പ്രശോഭിച്ചിരുന്നു. പ്രവചനവരവും രോഗശാന്തിവരവും ദൈവം ഈ സന്യാസിക്ക് നൽകി. ആഗ്രഹ നിഗ്രഹങ്ങളുടെ ജീവിതമായിരുന്നു വിശുദ്ധ പസിഫിക്കോയുടേത്. വാർദ്ധക്യകാലത്ത് അദ്ദേഹം ബധിരനും അന്ധനുമായി. ഭാഗികമായി തളരുകയും ചെയ്തു. തന്റെ സഹനങ്ങളെല്ലാം പാപികളുടെ മാനസാന്തരത്തിനായി അദ്ദേഹം കാഴ്ചവെച്ചു. ഇറ്റലിയിലെ മാർച്ചസിലുള്ള സാൻസെവെറിനോയിലെ ഡിവിനി കുടുംബത്തിൽ അന്റോണിയോയുടെയും മറിയൻ ഗല ബ്രൂണിയുടെയും മകനായി 1653 മാർച്ച് 1 ജനിച്ച പസിഫിക്കോ 3-ാം വയസ്സിൽ അനാഥനായ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അമ്മാവനോടൊപ്പമായിരുന്നു. അമ്മാവനാകട്ടെ കുട്ടിയെ വളരെ പ്രാകൃതമായാണ് വളർത്തിയത്. 1670 ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ ചേർന്നു. 1678 വൈദികനായ പസിഫിക്കോ അപ്പനിയൻ പർവ്വതനിരകളിലെ പാവങ്ങൾക്കിടയിൽ സുവിശേഷ വേല ചെയ്തു. ദൈവത്തിന്റെ പ്രത്യേക കൃപ മൂലം തന്റെ ജനത്തിന്റെ ഹൃദയരഹസ്യങ്ങൾ തിരിച്ചറിയാൻ പസിഫിക്കോയ്ക്ക് സാധിച്ചതുകൊണ്ട് ധാരാളം മാനസാന്തരങ്ങളുണ്ടായി. ഏകദേശം 10 വർഷം കഴിഞ്ഞപ്പോൾ രോഗിയായി ബധിരനും അന്ധനും തളർവാദ രോഗിയുമായെങ്കിലും പസിഫിക്കോ സാൽസവെറിനോ ആശ്രമത്തിലെ ഗാർഡിയനും വികാരിയുമായി. 1705 സാൻസെവെറിനോയിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടു. പിന്നീട് മരണം വരെ 16 വർഷം ഇവിടെയായിരുന്നു. 1721 സെപ്റ്റംബർ 24 അദ്ദേഹത്തിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. 1839 മെയ് 26 ഗ്രിഗറി 16 പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. ഈ ലോകത്തിൽ ഏറ്റവും മൂല്യമുള്ള ഒന്നാണ് വിശ്വാസ്യത. ഒരാളുടെ വിശ്വാസ്യത ഇല്ലാതായാൽ അതായിരിക്കും ഒരാളുടെ ഏറ്റവും വലിയ പരാജയം. ഒരാളെ ഒരു കാര്യം നാം വിശ്വസിച്ചേൽപ്പിക്കുന്നത് അയാളിൽ നമുക്കുള്ള വിശ്വാസ്യത കൊണ്ടാണ്. ലോകത്തോട് നാം സത്യസന്ധത പുലർത്തുമ്പോഴാണ് ലോകം നമ്മളെയും വിശ്വസിക്കുന്നത്. സത്യസന്ധതയുള്ള ഒരാൾക്ക് വിശ്വാസ്യതയും ഉള്ളൂ. നിങ്ങളുടെ സത്യസന്ധമായ വാക്കുകളും പ്രവൃത്തികളും ജീവിതത്തിൽ ശാശ്വതമായ സംതൃപ്തിയും സമാധാനവും കൊണ്ടുവരുന്നു. ചെറുതെങ്കിലും പറയുന്ന വാക്കുകളിലും ചെയ്യുന്ന പ്രവൃത്തികളിലും സത്യസന്ധത പുലർത്തുക. ആദരവും അംഗീകാരവും പിന്നാലെ എത്തും. ഏവർക്കും നന്ദി.